أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد. നമ്മളെ ഇവിടുത്തെ ഒരു അവസ്ഥയല്ല നാളെ പരലോകത്ത് ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ സംവിധാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ പല ധാരണകളും തിരുത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ് നാളെ പരലോകത്ത്. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പരലോകത്തെ അവസ്ഥ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളിലോ നമ്മുടെ മനസ്സിൻ്റെ ഭാവനയിലോ നമുക്ക് കാണാൻ കഴിയാത്തതാണ്. അപ്പോൾ സത്യത്തെ നിഷേധിച്ച് അതിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ യുദ്ധങ്ങൾ നയിച്ച സത്യനിഷേധികളായിട്ടുള്ള കടുത്ത ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു അവരെ ഉണർത്തുന്ന ചില കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. അതവർക്കുള്ള താക്കീതാണ് എന്നതോടൊപ്പം തന്നെ സത്യവിശ്വാസികൾക്കുള്ള ആശ്വാസ വചനങ്ങൾ കൂടെയാണ്. എന്താണ് അള്ളാഹു അവരോട് പറയുന്ന കാര്യം? അതായത് നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് ആശ്വാസവും നമുക്ക് രക്ഷയുമായി തീരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് നമ്മുടെ സമ്പത്ത്. പണം കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ജീവിതത്തിൽ അവൻ നേരിടുന്ന ഏത് പ്രശ്നത്തിലും പണം അവനൊരു സഹായമാണ്. അസുഖം വന്നാലും, നമ്മുടെ ഭക്ഷണമാണെങ്കിലും, നമ്മുടെ മക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും, എന്തിലാണെങ്കിലും പണമുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യും? അത് പല നിലക്കും അനുകൂലമായി ബാധിക്കും. അപ്പം സത്യത്തിൽ ഈ സമ്പത്തിൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിനേക്കാളും ഗൗരവമേറിയ, ഇതിനേക്കാളും പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതത്തെയാണ് മനുഷ്യൻ മരണാനന്തരം അഭിമുഖീകരിക്കുന്നത്. അവിടെ ഈ പണമോ അല്ലെങ്കിൽ മക്കളോ സംവിധാനങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ്. അപ്പം നമ്മുടെ ഈ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറി പരലോകത്തെ മറ്റൊരു സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് എന്ത് ചെയ്യാണ്? സത്യനിഷേധികളെ, അവിശ്വാസികളെ അള്ളാഹു താക്കീത് ചെയ്യാൻ. ഇത് അവർക്കുള്ള താക്കീതാണെങ്കിലും നമ്മളും എന്ത് ചെയ്യണം? ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം അവിശ്വാസികൾ ശരിക്കും ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്നു എന്നാണ്. നഹ്നു അക്സറു അംവാലം വ ഔലാദൻ വമാ നഹ്നു ബി മുഅദ്ദബീൻ. ഞങ്ങൾക്ക് ധാരാളം മക്കളും ധാരാളം സമ്പത്തുമുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഒക്കെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകും, ഒരു പ്രശ്നവും ഞങ്ങളെ ബാധിക്കില്ലെന്ന് അവർ പറഞ്ഞിരുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ധാരണകളുമായി പരലോകത്ത് ചെല്ലുമ്പോൾ ബദാലഹും സയ്യിആതു മാ കസബു വഹാക ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവർ ചെയ്ത തെറ്റുകളുടെ ഫലങ്ങൾ അവരവിടെ നേരിട്ട് കാണും. അവർ പരിഹസിച്ചിരുന്ന പരിഹാസങ്ങളെല്ലാം അവരെ തന്നെ ബാധിക്കുകയും പിടികൂടുകയും ചെയ്തൊരു സാഹചര്യം അവിടെ വരുന്നു. അപ്പം ഇങ്ങനെ ഒരു ചിന്ത
അവർക്കുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ അത് തിരുത്തിയിട്ട് ഖുർആൻ തന്നെ പറയുന്നത് വമാ അംവാലുക്കും വല ഔലാദുക്കും ബില്ലത്തി തുഖർറിബുക്കും ഇൻദനാ സുൽഫ. നിങ്ങളുടെ സ്വത്ത് കൊണ്ടോ നിങ്ങളുടെ മക്കളെ കൊണ്ടോ നമ്മുടെ അടുക്കൽ നിങ്ങൾക്കൊരു സാമീപ്യവും ഒരു ഗുണവും അതുകൊണ്ട് കിട്ടില്ല. ഇല്ലാമൻ ആമന വാമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താലല്ലാതെ എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, സത്യനിഷേധികളോടാണ് പറയുന്നതെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും, കഴിഞ്ഞു കടന്നു പോകും. അങ്ങനെ കഴിഞ്ഞു കടന്നു പോകുന്ന ആളുകൾക്കൊന്നും പരലോകത്ത് വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊരു ബേജാറും പേടിയും ഇല്ലാതായി പോകും. ആ പേടില്ലായ്മ കൊണ്ടാണ് ഇത്രയും വലിയ ധിക്കാരം കാണിക്കാൻ അബൂജഹലിനും അന്നത്തെ നേതാക്കന്മാർക്കൊക്കെ പറ്റിയത്. ഞങ്ങൾക്കൊരു ചുക്കും വരൂലാന്ന്. ഇപ്പം നമ്മളും ഭൗതികമായ സുരക്ഷിതത്വങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിൽ തോന്നും ഇനി വല്ലാതെ ബുദ്ധിമുട്ടൊന്നും വരാനുണ്ടാവൂല എന്ന് വിചാരിക്കും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് തൻ്റെ വിശ്വാസം കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും മാത്രമേ രക്ഷപ്പെട്ടു പോവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന ആയത്തിലെ ഒരു പ്രധാന കാര്യം. രണ്ടാമത്തൊരു കാര്യം, അതിനൊരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ മക്കളും പരിവാരങ്ങളും സമ്പത്തുക്കളും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഫിർഔൻ. ഏറ്റവും അധികം ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മാത്രമുള്ള ഭൗതിക ശക്തിയും സൗകര്യങ്ങളും ആൾബലവും സമ്പത്തും ഉണ്ടായിരുന്ന ഒരാളാണ് ഫിർഔൻ. പക്ഷെ ആ ഫിർഔൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ യാതൊരു രക്ഷ ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം ഇവിടുന്ന് തന്നെ അള്ളാഹ് കാണിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. മുങ്ങി മരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, പ്രവാചകനിൽ വിശ്വസിക്കുന്നു ഒക്കെ പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തരാൻ. പൈസയും സൗകര്യങ്ങളും പ്രതാപങ്ങളും ഒക്കെ ഉള്ള ഒരാളുടെ ഒരു ഉദാഹരണം അള്ളാഹു ചൂണ്ടിക്കാണിച്ച് തരിക കൂടെ ചെയ്യുന്നു. പിന്നെ അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ സത്യനിഷേധികളുടെ സമ്പത്തും സൗകര്യങ്ങളെ കൊണ്ട് അവരഹങ്കരിച്ച് വിശ്വസിക്കാതിരിക്കുകയും അതൊക്കെ ഉപയോഗിച്ച് സത്യവിശ്വാസികളെ എന്താണ് ദ്രോഹിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഒരു വലിയ വാഗ്ദാനം, ഒരു വലിയ പ്രതീക്ഷ റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണ്. ഇവരെയൊക്കെ നീ തോൽപ്പിക്കുന്ന ഒരു ദിവസം വരും, ഇവരെ മുഴുവനും നിനക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദിവസം നിനക്ക് വരും എന്നെന്ത് ചെയ്യാണ്, ഒരു സന്തോഷ വാർത്ത, മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യണത്. അത് അതുപോലെ പുലർന്നു. അതാണ് ബദറിൽ സംഭവിച്ചത്. ബദർ യുദ്ധം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ വായിച്ചു നോക്കിയാൽ നമ്മൾ ഇന്നല്ലദീന കഫറു, തീർച്ചയായും സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ. കഫറു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അന്നൽ കുഫാറ ബിഹി വ ബിറുസുലിഹി, അള്ളാഹുവിലും റസൂലിലും നെയും നിഷേധിച്ചിട്ടുള്ള, അൽ ജാഹിദീന ബിദീനിഹി വ കിതാബിഹി, അള്ളാഹുവിൻ്റെ മതത്തെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെയും നിഷേധിച്ചിട്ടുള്ള ആളുകൾ എന്നാണ്. അങ്ങനത്തെ ആളുകൾ ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വല ഔലാദുഹും, അവർക്ക് അവരുടെ സ്വത്തുക്കളാകട്ടെ അവരുടെ മക്കളാകട്ടെ അവർക്കൊരു ഉപകാരവും ചെയ്യുകയില്ല, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവൂല. മിനല്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് യാതൊരു ഉപകാരവും അവരെ കൊണ്ടുണ്ടാവുകയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ സംവിധാനങ്ങളും പരലോകത്തെ സംവിധാനങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ ഇതണ്ട് താറുമാറായാൽ നമ്മളിങ്ങനെ തട്ടിമുട്ടി പോണതൊക്കെ നമ്മുടെ പണം കൊണ്ടും സൗകര്യം കൊണ്ടും അംഗീകാരം കൊണ്ടും മക്കളെ കൊണ്ടും ഒക്കെയാണ്. ഈ സിസ്റ്റം അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ചെയ്ത ആത്മാർത്ഥമായ സൽപ്രവർത്തനങ്ങളും നമ്മുടെ ഈമാനും അമലുസ്വാലിഹാത്തും മാത്രമേ ഉപകാരപ്പെടൂ എന്ന് വരുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായി തീരും? ഈ പദവിയും ഈ അംഗീകാരവും ഈ സുഖവും
ഈ ക്ഷേമവുമൊക്കെ നമുക്കവിടെ കിട്ടുമോ എന്നെന്ത് ചെയ്യണം? ആത്മാർത്ഥമായി ചിന്തിക്കണം. എന്ന് ആരാ ഓർമ്മപ്പെടുത്തുന്നത്? അവിശ്വാസികളാണ് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അവർ ഭൗതിക സൗകര്യങ്ങളുടെ അഹങ്കാരത്തിൽ എന്താണ് ഇനി ഒന്നും വരാനില്ല എന്ന വിശ്വാസത്തിൽ നിന്നപ്പോഴാണ് അള്ളാഹു അവരെ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവൂല. ഉലൈകഹും വഖൂദുന്നാർ, അക്കൂട്ടർ തന്നെയാണ് എന്ത്? നരകത്തിന്റെ വിറക് എന്നാണ്. ഇങ്ങനെ ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. ഞാൻ ആയത്തുകൾ പറഞ്ഞു. നഹ്നു അക്സറു അംവാലം വ ഔലാദ വമാ നഹ്നു ബിമുഅദ്ദബിൻ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ എന്തുണ്ട്? സമ്പത്തുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ശിക്ഷയും വരൂല എന്നാണ്. മനസ്സിലല്ലേ? എന്നാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എന്താണ്? യബ്ദു ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അവരുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചിട്ടായിരിക്കും പരലോകത്തെ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുക എന്നാണ്. അതാണ് വബദാലഹും സയ്യിആതു മാ കസബു വഹാക ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവരുടെ തിന്മകൾ അവർക്കെന്ത് ചെയ്യും? വെളിവാകും. അവരുടെ പരിഹാസങ്ങളൊക്കെ അവരെ പിടികൂടുന്ന ഒരവസ്ഥ വരുന്നാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് ഉലൈക ഹും വഖൂദുൻ നാർ, അക്കൂട്ടർ തന്നെയാണ് നരകത്തിന്റെ വിറക് എന്നാണ്. അക്കൂട്ടരാകുന്നു എന്ത്? നരകത്തിന്റെ വിറകായിട്ട് അവരെ കത്തിച്ചുകൊണ്ടാണ് നരകം നിലനിർത്തുക എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഹതബുഹ, അതായത് അൽ മുലാസിമൂന ലഹ ദായിമൻ അബദൻ. നരകത്തിന്റെ വിറകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിറകില്ലെങ്കിൽ പിന്നെ നരകമില്ല. അപ്പൊ നരകത്തിൽ എന്നും നരകം കത്താൻ അവർ വേണം. നരകം കത്തണമെങ്കിൽ എന്ത് വേണം? അവര് വേണം. അതാണ് നരകത്തിന്റെ വിറക് എന്ന് പറഞ്ഞാൽ. കത്തുന്ന ഒരു തീയിന്റെ ഭാഗമാവല്ല, അവരെ കൊണ്ടാണ് നരകം കത്തി നിലനിൽക്കുന്നത്. അത് പല സ്ഥലത്തും ഖുർആൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം അതാണ്. അൽ മുലാസിമൂന ലഹ ദായിമൻ അബദൻ എന്നാണ്. എന്നും അവരുണ്ടാകും അവിടെ. കാരണം നരകം ശാശ്വതമാണ്. അത് കത്തണമെങ്കിൽ എന്ത് വേണം? ഇവരാണതുകൊണ്ട് കത്തുന്നത്. അതുകൊണ്ട് ഇന്ധനമായവരെന്നും അതിൽ ഇന്ധനമായിട്ടുണ്ടായിരിക്കും എന്നാണ് പറയണത്. അതാണ് അവിശ്വാസത്തിൻ്റെ അവസ്ഥ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ത്? രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഹിദായത്തുൽ ബയാനുണ്ട്, ഹിദായത്തു തൗഫീഖ് ഉണ്ട്. എപ്പോഴും പണ്ഡിതന്മാർ ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിട്ട് പറയും. ഹിദായത്തുൽ ബയാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹിദായത്ത് എന്ന സന്മാർഗം എന്നല്ലേ, കാണിക്കുക, വഴി കാട്ടുക എന്നൊക്കെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഹിദായത്തുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഇന്നിന്നതൊക്കെയാണ് ശരി, ഇന്നിന്നതൊക്കെയാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഖുർആന്റെ ദൗത്യം. ഹുദൻ ലിന്നാസ്, ഖുർആനിലുണ്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്നൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു. എന്നാൽ ഹിദായത്തു തൗഫീഖ് അതല്ല. അതെന്താണ് അറിയോ? ആ ഹുദ സ്വീകരിക്കുവാനുള്ള എന്ത്? ഒരു ഭാഗ്യം. അതാണ് ഹിദായത്തിലാവുക എന്ന് പറഞ്ഞാൽ. ഹുദ സ്വീകരിക്കാനുള്ള ഭാഗ്യം അതാർക്കാ കിട്ടുക? ഹുദൻ ലിൽ മുത്തഖീൻ, അത് സൂക്ഷ്മത പാലിക്കുന്നവർക്കേ കിട്ടുള്ളൂ. നമ്മൾ എത്രമാത്രം ഈ ദീനിനോടും ഈ സത്യത്തോടും പ്രതിബദ്ധത കാണിക്കുന്നുവോ അതിനനുസരിച്ച് അതിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരും. മറ്റതെല്ലാവർക്കും കിട്ടും. സത്യവും അസത്യവും വേർതിരിയുവാനുള്ള അറിവ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ആളുകളാകാൻ പറ്റൂല. അത് ഹുദൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്കാണ് അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള ഭാഗ്യം ഉണ്ടാവുക. ഈ വലിയ വലിയ ഉസ്താദുമാരും മൂല്യന്മാരും ഒക്കെ എത്ര പഠിച്ചത്, ഓലൊക്കെ എത്ര സുന്ദരമായിട്ട് കിതാബുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രാഥമികമായ തൗഹീദ് പോലും സ്വീകരിക്കാനുള്ള ഭാഗ്യം അവർക്കില്ലാതെ പോയി. അതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് അത് ഹുദൻ ലിൽ മുത്തഖീ എന്ന് പറഞ്ഞത്. സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക? ആ ഹുദ കിട്ടുക. ഏത് ഹുദ? ഹിദായത്തു തൗഫീഖ് എന്ന് പറയും. അത് സ്വീകരിക്കുവാനുള്ള ഭാഗ്യം. അപ്പൊ ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഈ കാഫിരീങ്ങൾക്കൊക്കെ അള്ളാന്റെ റസൂല് ജീവിച്ചിരിക്കുമ്പോണ്ടായ ആൾക്കാരവര് റസൂലിനെ നേരിട്ട് കണ്ട ആൾക്കാരാണ്. റസൂലിന്റെ ജീവിതം പച്ചയായി മനസ്സിലാക്കിയ ആൾക്കാരാണ്. പക്ഷെ ഭാഗ്യം ഉണ്ടായില്ല, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അതാണ് അവർക്ക് പറ്റിയത്. അവരാശ്വസിച്ചു,
സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയും വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഒന്നും പറ്റൂല എന്ന് വിചാരിച്ചു. അൽ കഹ്ഫിലെ തോട്ടക്കാരന് പറ്റിയത് അതാണ്. തോട്ടക്കാരൻ എന്താ വെച്ചാൽ ഒന്നും ആലോചിക്കേണ്ടതില്ലാത്ത ഭദ്രമായ ഒരു ജീവിതമുണ്ടായിരുന്നു അയാൾക്ക്. അതൊരു അപകടം തന്നെയാണ്. ഒരു ഭദ്രമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ടതില്ലാത്തൊരു തോട്ടമുണ്ട് അയാൾക്ക്. തോട്ടത്തിൽ നദിയുണ്ട്, അതുകൊണ്ട് തോട്ടം എന്നും കായ്ക്കൂലേ. ഒരു വിള അല്ലെങ്കിൽ മറ്റേ വിള ഉണ്ടാവും. മുന്തിരി കായ്ക്കണില്ലെങ്കിൽ ഈത്തപ്പഴം കായ്ക്കുണ്ടാവും. ഇനിയിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ഇനിയിപ്പോൾ മരിക്കണ വരെ ഒരു വരുമാന പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. അപ്പോഴാണ് അയാൾക്ക് പറയാൻ തോന്നിയത് എന്താണ്? വമാ അലുന്നു സാഅത ഖായിമതൻ, പരലോകം ഉണ്ടാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി വലയിൻ റുദിതു ഇലാ റബ്ബി, അഥവാ മടങ്ങിയാണ് പോവുകയാണെങ്കിൽ ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബ, അതൊക്കെ നമ്മുടെ നല്ലൊരു സ്ഥലം സൗകര്യം അവിടെ എനിക്ക് കിട്ടുന്നതാണ്. ഭദ്രമായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് തോന്നുന്നതാണ് ഈ കാര്യം. ഇപ്പോൾ റസൂലുള്ളാഹിനെ എത്ര ശക്തമായി എതിർക്കാനൊക്കെ ഉള്ള ഊർജം എന്താണ്? ഞങ്ങൾക്ക് സമ്പത്തും മക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരൂല എന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈഅൻ വഉലൈക ഹും വഖൂദുന്നാർ. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. കദബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിനാ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം വല്ലാഹു ശദീദുൽ ഇഖാബ്. കദബി ആലി, ദഅബ് സമ്പ്രദായം, പതിവ്. കദബി ആലി ഫിർഔന എന്താണ്? കദബി ആലി ഫിർഔൻ, അല്ലെങ്കിൽ ഫിർഔനിനും കൂട്ടർക്കും സംഭവിച്ചതുപോലെ, നടന്നതുപോലെ. ആലി ഫിർഔനിൻ, അപ്പൊ ഫിർഔനിനും കൂട്ടർക്കും അവർക്കുണ്ടായ അതേപോലെ തന്നെ വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെയും സമ്പ്രദായം പോലെ, അവർക്ക് സംഭവിച്ചതുപോലെ. എന്താണ് അവർക്ക് സംഭവിച്ച ആ പതിവ്? അവർക്കെന്താണ് സംഭവിച്ചത്? കദ്ദബൂ ബി ആയാതിന, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി. എത്ര സ്ഥലങ്ങളിലാണ് ഈ ഫിർഔനെ കുറിച്ച് പറയണത്? എത്ര സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളെ അള്ളാഹു ഫിർഔനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ്. തൻ്റെ പ്രതാപം കൊണ്ടും അധികാരം കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും വിശ്വാസികളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനത്തെ ദ്രോഹിക്കുന്ന ചക്രവർത്തിമാരും അധികാരസ്ഥാനത്തിരിക്കുന്നവരും എക്കാലത്തും ഉണ്ടാകുമെന്നതാണ് അതിൻ്റെ സൂചന. സത്യവിശ്വാസികളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്ന് നോക്കുന്ന ആൾക്കാർ എക്കാലത്തും അധികാരികളുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോ ഗസയിലൊരു വാർത്ത ഇന്നിപ്പോൾ ഞാൻ വായിച്ചു. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യണങ്ങൾ, ഈ പലസ്തീനികളെ കൊന്ന സ്ഥലത്ത് അവർക്ക് 100% സുരക്ഷിതമായ സ്ഥലത്ത് ഒരു മതിൽ കെട്ടി 25 കിലോമീറ്റർ എന്ത് ചെയ്തു? ഇസ്രായേലിലേക്ക് ചേർത്തിട്ട് മതിൽ കെട്ടി. ഇപ്പം എന്തിനാ ഈ കൊല്ലണതൊക്കെ? എന്തിനാണ് ഈ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്ത് വികസിപ്പിക്കാൻ? എന്തെങ്കിലും ഒരു മനസാക്ഷി കുത്ത് ആൾക്കാരെ കൊല്ലണേന്. അതും എന്തിനാ ഈ കുട്ടികളെ കൊല്ലണത്? അതാണ് ശരിക്കുള്ള വംശഹത്യ. ഫിറോൻ എന്താ ചെയ്തത്? ആൺകുട്ടികളെ നോക്കിയാ കൊല്ലുന്നത്. മനസ്സിലായില്ലേ? അതിന് ശരിക്കും വംശഹത്യ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ അധികാരങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യാനും പറയാനും ആരുമില്ലല്ലോ എന്ന് വിചാരിക്കും. എന്തിനാ ഈ ഫിറോവിന്റെ കഥ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്? എന്തിനാ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഫിറോവിന്റെ കഥ പറയുമ്പോൾ അത് കേൾക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവുന്നത് എന്താ അറിയോ? ഓ, ഫിറഔന്റെ അത്രയൊന്നും ഇല്ലല്ലോ ബലെന്നാ മനസ്സിലാക്കണേ. അല്ലേ? ഫിറഔനിന്റെ അത്രയൊന്നും ചെയ്യണില്ലല്ലോ ബല്. ഓൽക്ക് ആശ്വാസാണ്. ഈ നാട് വിട്ടു ഹിജ്റ പോകേണ്ടി വന്ന, കൊല്ലാൻ വന്ന ആൾക്കാരെ മുന്നിൽ വെച്ച് ഫിറൗന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫിറൗന്റെ അത്രയൊന്നും ഇല്ലല്ലോ എന്നാ വിചാരിക്കുക. അപ്പൊ എത്രയാണ് ഫിറൗൻ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നിട്ട് ആ ഫിറൗന്റെ കഥ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? അവർക്ക് പ്രതീക്ഷ നൽകാനാണ്. എന്താ പ്രതീക്ഷ? ഫിർഔനും അധികാരങ്ങളുമൊക്കെ എന്താണ്? ചെങ്കടലിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഇവരും ഒരു നാൾ ഇല്ലാതാകും.
പിടിച്ചു നിൽക്കാൻ എക്കാലത്തും പറ്റിക്കോളുന്നില്ല. എന്താ വെച്ചാൽ കണക്ക് കൂട്ടണതല്ല വരിക, കണക്ക് കൂട്ടാത്തതാണ് വരിക. അതിപ്പോ ഇനി അടുത്ത ആയത്തിൽ വരും. കദ്ബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കി. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്തു? ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. അവരുടെ ശിക്ഷ കാരണം അള്ളാഹു അവരെ പിടികൂടി എന്നാണ്. അള്ളാഹു അവരുടെ ശിക്ഷ കാരണം അവരെ പിടികൂടി. ഒരിക്കലും ഇതിലൊരു വാക്ക് സായതി പറയുന്നുണ്ട്, അത് വല്ലാത്തൊരു വാക്കാണ്. അഖദഹുമുല്ലാഹു ബിദുനൂബിഹിം അദ്ലൻ മിൻഹു ലാ ദുൽമൻ. അദ്ലൻ മിൻഹു ലാ ദുൽമൻ എന്താണ്? നീതിയാണ്, അക്രമമായിട്ടല്ല. അവരെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടത് മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. ശിക്ഷിക്കുന്നിടത്ത് അള്ളാഹു ഒരു അനീതിയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം എന്ന് പറഞ്ഞത്. അവരുടെ പാപങ്ങൾക്ക് അള്ളാഹു അവരെ പിടികൂടി. അവരെ പാപങ്ങൾ നിമിത്തം അള്ളാഹു അവരെ പിടികൂടി. അതിന് മാത്രം ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ധിക്കാരവും അക്രമവും അവർ ചെയ്തിട്ടുണ്ട് എന്നാണ്. എത്ര ദയനീയമായിട്ടാണ് പിന്നെ ബദറിലൊക്കെ ഈ ഖുറൈശി നേതാക്കന്മാർ 70 ആളുകൾ എത്ര ദയനീയമായിട്ടാണ് കൊല്ലപ്പെടുന്നതെന്നറിയോ? ശരിക്കും അള്ളാഹു ശരിക്കും അവർ ചെയ്ത എല്ലാറ്റിനുമുള്ള ശിക്ഷ ബദർ വെച്ച് നടത്തും. അതേമാതിരി തന്നെ ഫിറൗന്റെ അവസ്ഥ. എല്ലാ പ്രതാപത്തോടും കൂടെ ഈജിപ്തിലെ മൊത്തം പിന്നെ കിബിത്തികളെ കൂട്ടി വന്നിട്ട് ആട്ടി ഓടിച്ച് എന്ത് പ്രതാപത്തിലാണ് വന്നത്? മുങ്ങി മരിക്കല്ലേ വെള്ളത്തിൽ. ഏറ്റവും ഭയാനകമായ മരണമാണ് എന്ത്? മുങ്ങി മരിക്കാറുണ്ട്. അത്രയും പ്രയാസമുള്ള മരണം. ആ മുങ്ങി മരണം ഒയാൾക്ക് മാത്രമല്ല, ആരൊക്കെ അയാളുടെ കൂടെ നിന്ന് ഓല മുഴുവനും ഒന്നിച്ച് അള്ളാഹു മുക്കിക്കൊല്ലുന്ന രംഗാണ് നമ്മൾ കാണുന്നത്. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. അവരുടെ പാപങ്ങൾ. അപ്പൊ അള്ളാഹ് അനീതി ചെയ്യൂല. അള്ളാഹ് അനീതി. നമ്മൾ പറയാലോ നാളെ പരലോകത്ത് എന്താണ്? നന്മയും തിന്മയും തൂക്കുന്നറിയില്ലേ? അമ്മാമൻ സകുലത്ത് മവാസീനുഹു. ആലോചിക്കണം, നന്മയും തിന്മയും തൂക്കുമ്പോൾ എന്താണ് ഈ തൂക്കമെന്ന് പറഞ്ഞത്? അതിൻ്റെ ഭാരമാണല്ലോ. അപ്പൊ ആലോചിച്ച് നോക്കണം നിങ്ങൾ, നന്മ ചെയ്താൽ അതാ തുലാസിൽ എങ്ങനെ വരിക അറിയോ? 10 ഇരട്ടിയായിട്ട് അതിൻ്റെ കാനം തൂക്കുക. തിന്മ ചെയ്താലോ തുലാസിലോ ഒരു തിന്മ മാത്രമായിട്ട്. ഒരു തിന്മ ചെയ്തവനുള്ള ശിക്ഷ, ആ തിന്മക്കൊരു ശിക്ഷ. നന്മക്കോ 10, 70, 700 അങ്ങനെ തൂക്കണേ. എല്ലാം കാരുണ്യത്തോടെ മനുഷ്യന് അനുകൂലമായിട്ടാണ് അള്ളാഹു ചെയ്യണത്. ഒരാൾ ഇസ്ലാമുക്ക് വന്നാൽ അയാൾ ആ ഇസ്ലാമാകുന്ന ദിവസത്തിന് മുമ്പുള്ളത് മുഴുവൻ യഹ്ദിമുമാ ഖബലഹു. ആലോചിക്കുക നിങ്ങൾ, 60 കൊല്ലം 70 കൊല്ലമൊക്കെ ജീവിച്ച ആള് ഇസ്ലാമുക്ക് വന്നാൽ അന്നത്തെ ദിവസത്തിന് മുമ്പ് ചെയ്തതൊന്നും പിന്നെ കണക്കിലില്ല. ഹജ്ജിനും അതേമാതിരിയാണ്. ഹജ്ജ് ചെയ്താൽ ഹിജറക്കുണ്ട് അങ്ങനെ. അപ്പൊ ഇതൊക്കെ എങ്ങനെ? അള്ളാഹുവിൻ്റെ പരിഗണനകളാണ്. അപ്പൊ അല്ല എന്തല്ല അദ്ലൻ മിൻഹു ലാ ദുൽമൻ. അല്ല നീതിമാനാണ്. ഒരിക്കലും അനീതി അള്ളാഹു ആരോടും ചെയ്യൂല. എന്നാൽ വല്ലാഹു ശദീദുൽ ഇഖാബ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഈ ഇസ്ലാമിനൊക്കെ പരിഹസിച്ച് കള്ളിയാക്കി വളരെ മോശമായിട്ട് വളരെ ചീപ്പായിട്ട് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവനൊക്കെ കിട്ടാൻ പോണത് എന്തേ കാരണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് ആലോചിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് സമാധാനമാവും. മനസ്സിലായില്ലേ? നമ്മൾ ഓരോന്നും ചെയ്യണ്ട. ഇവർക്കൊക്കെ കിട്ടാൻ പോണത് എങ്ങനെ ഇക്കാരം നമ്മൾ ആലോചിച്ചാൽ ആ ആലോചന കൊണ്ട് തന്നെ നമുക്ക് സമാധാനമാവും. അത്രേ ഉള്ളൂ. എന്താ പരിഹാസം. റസൂലുള്ളാഹിനൊക്കെ പറയണ കേട്ടാൽ എന്താ കാര്യം പറയാം. പടച്ചോനൊക്കെ എന്തൊക്കെ പേരുകളാണ് അവർ വിളിക്കാറ് അള്ളാനെ. അതൊക്കെ അപാര ധൈര്യം തന്നെയല്ലേ. വല്ലാഹു ഷദീദുൽ ഇഖാബ്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയാണ് അത്.
അപ്പൊ ഫിറൗന്റെ ചരിത്രം ഓർക്ക് മാത്രമുള്ളതല്ല. വിശ്വാസത്തിന്റെയും ദീനിന്റെയും പേരിൽ പീഡനങ്ങളും അധികാരി വർഗത്തിന്റെ മർദ്ദനങ്ങളൊക്കെ ഏൽക്കണ എല്ലാവർക്കും ഉള്ളത് തന്നെയാണത്. അതിനേക്കാളും വലിയ കഴിവും ശക്തിയും അതിനേക്കാളും തകർക്കാൻ പറ്റാത്ത ചക്രവർത്തിമാരോ അധികാരസ്ഥന്മാരോ ഒന്നുമല്ല പിന്നെ വന്ന ആളുകൾ. ഖുൽ ലില്ലദീന കഫറൂ സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം വബിഅ്സൽ മിഹാദ്. ഖുൽ ലില്ലദീന കഫറൂ സതുഗ്ലബൂന വതുഹ്ശറൂന ഇലാ ജഹന്നം വബിഅ്സൽ മിഹാദ്. എന്താണ്? കുൽ, നബിയെ പറയുക, ലില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകളോട് പറയാ. എന്താ പറയണത്? സതുഗ്ലബൂൻ, അവരെന്ത് ചെയ്യും? ജയിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ പരാജയപ്പെടും. അതാണ്, അവർ അതിജയിക്കപ്പെടും. അവർ തോൽക്കും, വിശ്വാസികൾ ജയിക്കും. അതാണ് സതുഗ്ലബൂന. അവർ പരാജയപ്പെടുകയും ജയിച്ചടക്കപ്പെടുകയും ചെയ്യും വഴിയെ. മനസ്സിലായി? അതായത് ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി ബദറാണ് പറയാൻ പോകുന്നത് 13-ാമത്തെ ആയത്ത് മുതൽ. ചരിത്രം വായിക്കുമ്പോൾ വല്ലാത്തൊരു, അതായത് റസൂലുള്ളാഹിനെ ഉപദ്രവിച്ച ആളുകൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഏത്? ബദർ. അത് അള്ളാഹിന്റെ റസൂൽ ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് വിശ്വാസികളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നാൾ ഇവിടെ വീഴ, ഇന്നാൾ ഇവിടെ വീഴ, ഇന്നാൾ ഇവിടെ വീഴ എന്ന് പറഞ്ഞ് മരിക്കാൻ പോകുന്ന ആളുകളുടെ മരിച്ചു വീഴുന്ന സ്ഥലം റസൂലുള്ള അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതാണ്. അബൂജഹൽ എന്നൊക്കെ പറഞ്ഞാൽ ആരാ? മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ ശരിക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ, ഇസ്ലാമിൻ പ്രവാചകന്റെ ശത്രുക്കളെ എന്ത് ചെയ്യാണ്? അവർക്ക് കൊടുത്ത ശിക്ഷയാണെന്ത്? അവർ ഈ ബദർ യുദ്ധത്തിന് വേണ്ടി വരുന്നത് സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ട് റസൂലുള്ള പോയത്. പക്ഷേ അത് മനസ്സിലാക്കി അവരെന്താ അറിയോ? 1000-ഓളം സൈന്യങ്ങളെ കൂട്ടി സർവ്വവിധ സന്നാഹങ്ങളോടുകൂടാണ് വന്നത്. തോൽക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ചിന്ത പോലുള്ള മനസ്സിലില്ല. അങ്ങനെ ഒരാലോചിച്ചിട്ടും കൂടി ഇല്ല. ആ യുദ്ധത്തിലൊരു തോൽവി ഉണ്ടല്ലോ, അതൊരു ചിന്തിച്ചിട്ടും കൂടിയില്ല. അന്നേലൊക്കെ കള്ളു കുടിച്ച് അത്ര ആഘോഷിച്ചിട്ടാണ് വന്നത്. ഒരു യുദ്ധത്തിന്റെ പ്രതീതി തന്നെ അല്ലായിരുന്നു അവർക്ക് എന്നാ പറയുന്നത് ചരിത്രത്തിൽ. അവർ കള്ളു കുടിച്ച് ആഘോഷിച്ച് ഒന്ന് ഇവരൊക്കെ അങ്ങോട്ട് നശിപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. ഒരു പ്രതിരോധത്തെക്കുറിച്ച് പോലും അവരെന്ത് ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. പക്ഷെ പിന്നെന്താ സംഭവിക്കണത്? 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 70ഓളം ആളുകൾ ബന്ധനസ്ഥരായി പിടിക്കപ്പെട്ടു. എത്ര ഭയാനകമായിരുന്നു ഇതിൻ്റെ പര്യവസാനം എന്നാണ്. ആ ഞെട്ടലിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ അവർ മോചിതമായിട്ടില്ല. അത്ര ഭയങ്കരമായ. അതോടുകൂടെ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ എതിർപ്പുകൾ എന്ത് ചെയ്തു? അതോടുകൂടെ കുറഞ്ഞു. പിന്നെ എല്ലാവരും പാടെ കൂടിയിട്ടാണ്, ജൂതന്മാരും എല്ലാവരും പാടെ കൂടിയിട്ടാണ് പിന്നെയുള്ള മുന്നേറ്റങ്ങളൊക്കെ. മനസ്സിലായില്ലേ? മുശ്രിക്കുകൾക്ക് സ്വന്തമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുക. ഖന്തക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അഹ്സാബ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള യുദ്ധങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ കുല്ലില്ലദീന കഫറൂ സതുഗ്ലബൂൻ, ഇത് ഈ ഒരു പ്രവചനം എന്ത് ചെയ്തു? നബി ഇത് ഈ പ്രവചനം പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അത് അതുപോലെ എന്ത് ചെയ്തു? സാക്ഷാത്കരിക്കപ്പെട്ടു എന്നാണ്. വഹാദിഹി ഇഷാറത്തുൽ മുഅ്മിനീൻ ബിന്നസ്രി വൽ ഗലബ, വിജയിക്കുമെന്നുള്ള സത്യവിശ്വാസികൾക്കുള്ള സൂചനയാണിത്. അപ്പം നിങ്ങൾ വിജയിക്കുന്ന് വിശ്വാസിയോട് പറയുമ്പോൾ തഹ്ദീറുൽ കുഫാർ, അവിശ്വാസികൾക്കുള്ള എന്താണ്? ഒരു താക്കീതും കൂടെ ആയിരുന്നു അത്. വഖദ് വഖഅ കമാ അഖ്ബറ തആല, അല്ലാഹ് പറഞ്ഞത് അതേപോലെ നടന്നു. ഫനസറല്ലാഹുൽ മുഅ്മിനീന അലാ അഅദാഇഹിം മിൻ കുഫാരിൽ മുശ്രിക്കീന വൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളും വഹദ് വിശ്വാസികളുമായിട്ടുള്ള ശത്രുക്കൾക്കെതിരെ സത്യവിശ്വാസികളെ അള്ളാഹു എന്ത് ചെയ്തു? സഹായിച്ചു. വസയഫ്അലു ഹാദാ തആല ബിഇബാദിഹി വജുന്ദിൽ മുഅ്മിനീന ഇലാ യൗമിൽ ഖിയാമ. ഇത് അന്ന് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഈ പ്രസ്താവന
വിശ്വാസികൾക്ക് എന്നുമുള്ള സന്തോഷ വാർത്തയാണ്. സതുഗ്ലബൂൻ എന്ന് അവരോട് പറഞ്ഞ മാതിരി നമ്മളോടും അല്ല പറയാണ്, നിങ്ങളും അതിജയിക്കും. സതുഗ്ലബൂൻ, നിങ്ങളും അതിജയിക്കും കേട്ടോ. അപ്പൊ അവർ തോൽപ്പിക്കപ്പെടും, നിങ്ങളും ജയിച്ചു വരുന്നൊരു സമയമുണ്ടാകുന്നതാണ് കേട്ടോ. വസയഫ്അലു ഹാദാ തആല ബിഇബാദിഹി വജുന്ദിഹി അൽമുഅ്മിനീൻ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ അല്ലാഹു ഈ സുന്നത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വഫി ഹാദാ ഇബ്ര വആയ മിൻ ആയാത്തിൽ ഖുർആനിൽ മുശാഹദ ബിൽ ഹിസ്സി വൽ അയാൻ. ശരിക്കും കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന വചനങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി? ശരിക്കും അള്ളാഹു പറയുന്നത് നമ്മളിങ്ങനെ നേരിട്ട് കാണും. എല്ലാ സൗകര്യങ്ങളും സംഗതികളും ഉണ്ടായിട്ടും അവരെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാളെ പരലോകത്തും അവർക്ക് വലിയ പരാജയം ഉണ്ടാവുക. അവിടെയും അവർ വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? വതുഹ്ശറൂന ഇലാ ജഹന്നം, നിങ്ങൾ എന്ത് ചെയ്യും? നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. മഹ്ശൂറൂന വമജ്മൂഊന യൗമൽ ഖിയാമത്തിൽ ദാരിൽ ബവാർ. അവിടെ ഏറ്റവും വലിയ നാശത്തിൻ്റെയും വിനാശത്തിൻ്റെയും ഭവനമായ നരകത്തിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഈ നരകം എന്ത് ചെയ്തതാണ്? അവർ തന്നെ അവർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. മഖദൂഹും ലി അംഫുസിഹിം, അവർ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. നരകം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യണത്? നരകം ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. ഫബിഅ്സൽ മിഹാദ്, അതെത്രയോ ചീത്തയായിട്ടുള്ള വിധാനമാണ്, ഏറ്റവും ചീത്തയായിട്ടുള്ള വിരിപ്പാണിത് എന്നാണ്. അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള താമസസ്ഥലം എത്ര മോശമാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വിരിച്ച വിരിപ്പ് എത്ര മോശം, ഈ വിരിപ്പാണല്ലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മളെ ഈ ശരിയായ കക്ഷിക്ക് നമ്മൾ ഈ അഹ്ലുസുന്ന വൽ ജമാ എന്നൊക്കെ പറയണ മാതിരി പറയണം ഫിർഖത്തുൻ നാജിയ എന്ന് പറയും. ഫിർഖത്തുൻ നാജിയ എന്നാണ് രക്ഷപ്പെട്ട കക്ഷി എന്നാണ്. അതുമാതിരി ത്വായിഫത്തും മൻസൂറ എന്ന് പറയും. ത്വായിഫത്തും മൻസൂറ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്ന കക്ഷി എന്നാണ്. അങ്ങനെ സത്യമായ ദീൻ സ്വീകരിച്ചു പോകുന്ന കക്ഷികൾക്ക്, ആളുകൾക്ക് അള്ളാഹുട്ട സാധാരണ ഹദീസിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ തന്നെ എന്താണ്? അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളാണ്: സത്യനിഷേധികൾക്കുള്ള താക്കീതും സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയും കൂടെ ഒരുമിച്ച് കൂടുന്നതാണ് ഈ വചനങ്ങളെന്ന് കാണാൻ പറ്റും. ശരി, ഒന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار. كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب. قل للذين كفروا ستغلبون وتحشرون إلى جهنم. قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد.